ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഡിഫൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ. എങ്ങനെ ഡിഫൻസ് എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങാം, എക്സാം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, എന്തൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. നമുക്ക് നോക്കാം ഡിഫൻസ് എക്സാമുകളുടെ എക്സാം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിഫൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ എക്സാമുകൾക്കായിരിക്കും നമ്മൾ ഇനി പറയാൻ പോകുന്ന സ്ട്രാറ്റജി നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് നോക്കാം. അതായത് നിങ്ങൾ ഡിഫൻസ് എക്സാമുകളായിട്ടുള്ള ആർമി, നേവി, എയർഫോഴ്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, RPF, SSC തുടങ്ങിയ ഡിഫൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടാർഗറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എക്സാമിന്റെ സിലബസിനനുസരിച്ച് പഠിക്കുക. വാരി വലിച്ച് പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സിലബസ് അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡിഫൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ അതിനായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സാം സ്ട്രക്ചർ ആണ്. ഏതൊരു ഡിഫൻസ് എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലും എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരിക്കും അല്ലെ. എല്ലാ മേജർ ഡിഫൻസ് റിട്ടൺ എക്സാമുകൾക്കായാലും ഓൺലൈൻ എക്സാമുകൾക്കായാലും നമ്മളുടെ സബ്ജക്റ്റിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനറൽ നോളജ്, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയവയായിരിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് ജനറൽ നോളജിന്റെ ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുമ്പോൾ വെരി ഹൈ ആണ്. ജനറൽ നോളജ് GK എന്ന് പറയുന്നത് നമ്മൾ അത്യധികം ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരു എക്സാം നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഇംഗ്ലീഷിന്റെ ബേസിക് അറിയാതെ നമുക്ക് ഈ ഒരു എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് ഓരോ എക്സാമിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ എന്താണ് ക്വസ്റ്റ്യന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വേരിയേഷൻസ് വരാം അല്ലെ. അപ്പൊ നമ്മൾ ജനറൽ നോളജ് ആണ് ഡീപ്പായിട്ട് പഠിക്കേണ്ടെങ്കിൽ അവിടെ ഏതൊക്കെ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് നോക്കിക്കേ. സ്റ്റാറ്റിക് GK അറിഞ്ഞിരിക്കണം. കറണ്ട് അഫയേഴ്സ്, സയൻസ്, ഡിഫൻസ് ടോപ്പിക്കുകളൊക്കെ ആയിരിക്കും GKയിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ ബേസിക് ഗ്രാമർ തുടങ്ങി വൊക്കാബുലറി സെഷൻ, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ തുടങ്ങിയവ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് നോക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ NDA CDS എക്സാമുകൾക്കാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള മാത്തമാറ്റിക്സ് ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അഫ്കാറ്റ്, അഗ്നിവീർ പോലെയുള്ള എക്സാമുകൾക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എലമെന്ററി മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ റീസണിങ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റിട്ടൺ എക്സാമിനായാലും അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമിനായാലും നിങ്ങളുടെ എക്സാമിനേഷന്റെ ഏകദേശം ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡിഫൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഈ പറയപ്പെടുന്ന ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് ബ്രേക്ക് ഡൗൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് GK ആണ്. GK എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ്, പൊതുവിജ്ഞാനം. ഇപ്പൊ GKയിൽ നിങ്ങൾ ഏതൊക്കെ ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റാറ്റിക് GK, ജനറൽ സയൻസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ സ്റ്റാറ്റിക് GKയിലാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിരിക്കണം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്താണ് എസ്പെഷ്യലി നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ മുതൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ ആർട്ടിക്കിൾസും സ്ഥിരം നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾസും. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിക് GKയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സയൻസ് സബ്ജക്റ്റുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ച സെയിം ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് റിവൈസ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് എന്തെന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നല്ല വൃത്തിക്ക് പഠിക്കണം. കാരണം മേജർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും എവിടെ നിന്ന് തന്നെയായിരിക്കും വരുന്നത്, കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ 8 മാസം മുതൽ അല്ലെങ്കിൽ 6 മാസം മുതലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങൾ കൃത്യമായി പഠിക്കണം. കാരണം ആ പറയുന്ന കാലയളവിനുള്ളിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഫൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ് തീർച്ചയായിട്ടും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്കായിരിക്കണം നിങ്ങൾ ഫോക്കസ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഗ്രാമർ, അതുപോലെ തന്നെ വൊക്കാബുലറി,
നെക്സ്റ്റ് വരുന്നത് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഗ്രാമർ ആകുമ്പോൾ നമ്മൾ ബേസിക് ഗ്രാമർ മുതൽ പഠിക്കണം. ബേസിക് ഗ്രാമർ എന്ന് പറയുമ്പോൾ എന്താണ്? ആർട്ടിക്കിൾസ്, ടെൻസ്, പാർട്സ് ഓഫ് സ്പീച്ച് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബേസിക് റൂൾസിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ വൊക്കാബുലറി സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലായ്പ്പോഴും വൊക്കാബുലറി എൻറിച്ച് ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ സിനോണിംസ്, ആന്റണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് തുടങ്ങി ഒട്ടനവധി സെക്ഷൻസ് വൊക്കാബുലറിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വൊക്കാബുലറി സെക്ഷൻ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷനകത്ത് വരുന്നത് എന്തായിരിക്കും? ഒരു പാസേജ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാസേജിനെ തുടർന്ന് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരും. വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പാസേജുകൾ എന്താണ്? വായിക്കുകയും ആ പാസേജുകളുടെ തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ സ്വയം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സ്, റീസണിംഗ് ഒക്കെ ആവുമ്പോൾ നമ്മളിവിടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ നടത്തണം, അല്ലേ? ആൾജിബ്ര, ട്രിഗ്നോമെട്രി, കാൽക്കുലസ്, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ ടോപ്പിക്കുകൾ, മാത്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് നമ്മൾ ഏത് ഡിഫൻസ് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ഡിഫൻസ് എക്സാമിന്റെ യഥാർത്ഥ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ഡീപ്പായിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു തന്നെ പോവുക. അതുപോലെ തന്നെ അരിത്തമെറ്റിക്കിലും ഫോക്കസ് കൊടുക്കണം. പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ റീസണിംഗ്, പസിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ GK, അതുപോലെ മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എഫക്റ്റീവ് സ്റ്റഡി ടെക്നിക്സ്. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കണം എന്നറിയാം, ഏതൊക്കെ ഏരിയയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ എങ്ങനെ നിങ്ങളിലേക്ക് അത് എഫക്റ്റീവ് ആയിട്ട് ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാം? അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന് നോക്കിക്കേ. ബിൽഡ് എ സ്ട്രോങ് ബേസ്. നിങ്ങൾക്ക് ആദ്യം വേണ്ടുന്നത് ഒരു അടിസ്ഥാനമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാകണം. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആദ്യം തുടങ്ങേണ്ടത് NCERT സിലബസുകൾ അല്ലെങ്കിൽ SCERT സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പം 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. അതിൽ നിന്നായിരിക്കും മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT അതുപോലെ തന്നെ SCERT സിലബസ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്മാർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് ആണ്. ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. സ്മാർട്ട് വർക്കിലൂടെ തന്നെ നമുക്ക് ഈ ഒരു എക്സാമുകൾ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടേതായ രീതിയിൽ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോർമുലകളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ കളറിങ്ങിലും അതുപോലെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റും. അവിടെയൊക്കെ നിങ്ങൾ മാത്സ് ആണെങ്കിൽ മാത്സിന്റെ ഫോർമുല, ഇംഗ്ലീഷ് ആകുമ്പോൾ ഇംഗ്ലീഷിന്റെ റൂൾസ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ചാർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ GK ഫാക്ടുകൾ, ഗ്രാമർ റൂൾസുകൾ, ഇതൊക്കെ നിങ്ങൾ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പി നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കളറിങ്, ഹൈലൈറ്റിങ്ങും ചെയ്യുന്നത്. അപ്പോൾ നോട്ട്സ് ഇങ്ങനെ വെറുതെ പ്രിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ എഴുതി പോയി കഴിഞ്ഞാൽ വായിക്കാൻ ഒരു സുഖം കാണില്ല. വായിക്കുമ്പോൾ നമുക്കൊരു മടി തോന്നാം പഠിക്കാനായിട്ട്. അപ്പോൾ മടിയൊന്നും തോന്നാതെ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് നിങ്ങൾ ചെറിയ പടങ്ങളോ അല്ലെങ്കിൽ കളറിങ്ങോ എന്തെങ്കിലും അട്രാക്റ്റീവ് ആക്കി മാറ്റുന്ന രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട്സിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റി പഠിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. പഠനത്തിന്റെ രീതി, ലെവൽ തന്നെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് പ്രാക്ടീസ് PYQ. PYQ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യപേപ്പറുകൾ കളക്ട് ചെയ്ത് ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ സ്വയം വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഇങ്ങനെ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ പരിചയപ്പെടാനും അതുപോലെ തന്നെ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് സ്വയം രൂപീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു PYQ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭയം മാറി കിട്ടുന്നതായിരിക്കും. ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആർ ക്രൂഷ്യൽ. അതായത് പഠനം പുരോഗമിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ടെസ്റ്റ് പേപ്പറുകൾ കണ്ടക്ട് ചെയ്യണം, അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ പഠിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇടയ്ക്ക് എന്ത് ചെയ്യുക? ഒരു ബ്രേക്ക് കൊടുത്തതിന് ശേഷം ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക. നിങ്ങൾ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ടേക്ക് അറ്റ്ലീസ്റ്റ് 1 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എവറി വീക്ക്. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ പഠനം കംപ്ലീറ്റ് ചെയ്തു, ഒരു സ്റ്റഡി പ്ലാൻ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തു. 1 വീക്ക് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള
പ്ലാൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നടന്നു, സക്സസ്ഫുൾ ആയിട്ട് നടന്നു. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 1 വീക്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ്. അതും ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് കറക്റ്റ് എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് വീക്ക്ലി നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അനലൈസ് യുവർ പെർഫോമൻസ്. ഇനി മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റും, അനലൈസ് അപഗ്രഥിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ മിസ്റ്റേക്കുകൾ, നിങ്ങൾ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്, നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങൾക്ക് സാധാരണ മിസ്റ്റേക്ക് പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് സ്വയം തിരുത്തി റിവൈസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു. വീക്ക് ടോപ്പിക്സ് ബിഫോർ ദ നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ്. അപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? തീർച്ചയായിട്ടും ഇത്തവണ തെറ്റിയ ഭാഗങ്ങളും നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കിയ ഭാഗങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ആണ്. മടിയൊന്നും കൂടാതെ ദിവസേന എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഡെഡിക്കേറ്റ് ടൈം എവറി ഡേ ഫോർ സോൾവിങ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. തീർച്ചയായിട്ടും ഒരു ദിവസം മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെ ഒട്ടനവധി ബെനിഫിറ്റ്സ് ആണുള്ളത്. അപ്പോൾ റീഡിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാനായിട്ട് സാധിക്കും അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കുക, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങൾ എൻറിച്ച് ചെയ്യുന്നതും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്? എസെൻഷ്യൽ ടിപ്സ് ടു റിമെമ്പർ. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. യൂസ് ക്ലാസ് 6 to 12 NCERT ബുക്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ബുക്കും ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ SCERT ബുക്കും ഫോക്കസ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം യുവർ ടെസ്റ്റ്. ഇടയ്ക്കിടെ PYQ സെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുക. നോട്ട് ഡൗൺ ഫോർമുല, അതായത് മറന്നു പോകുന്ന തരത്തിലുള്ള മാത്സ് ഫോർമുലകൾ, ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് തുടങ്ങിയവയൊക്കെ എവിടെയെങ്കിലും എഴുതി നോട്ട് ചെയ്ത് പഠിക്കുക. റിവൈസ് റെഗുലർലി, സ്ഥിരമായി റിവിഷന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ്. നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടണം അല്ലേ? മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള ഒരു മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ പഠനം വളരെ എളുപ്പമായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കൂ. അതിനായിട്ട് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇടയ്ക്ക് എക്സസൈസ്, സ്ഥിരമായി എക്സസൈസ് ചെയ്യണം. കാരണം ഡിഫൻസ് എക്സാമുകൾക്ക് നിങ്ങൾ റിട്ടേൺ എക്സാം അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിസിക്കൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിനായി സ്ഥിരം നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ്ങും ചെയ്തിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിഫൻസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി 6 days ക്ലാസ്സസ് ഉണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്, അതായത് DPP ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് റിവിഷനും മോക്ക് ടെസ്റ്റും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ SSC GD നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ്. സോ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ SSC GDയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ബാച്ചിലേക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. ഇവിടെയും നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ്, അതുപോലെ റെക്കോർഡഡ് സെഷൻ, വീക്ക്ലി 6 days ക്ലാസ്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, അതുപോലെ തന്നെ 100 പരം മോക്ക് ടെസ്റ്റുകളും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. സോ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 2 ഇമ്പോർട്ടന്റ് പ്ലാറ്റ്ഫോംസ് ആണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി റൺ ചെയ്യിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ, അതുപോലെ തന്നെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ. ഈ 2 ചാനലും ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുകളും PDFകളും നിങ്ങൾക്ക് ഈ 2 ചാനൽ വഴിയും ലഭിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങളുടെ ഓഫീസ് നമ്പറാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.